ചിൽഡ്രൻസ് പാർക്കിലെ സ്ലൈഡർ പോലെ ഞാൻ മണ്ണിനു മുകളിലിരുന്ന് താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. എൻ്റെ പേര് ചൊല്ലിയുള്ള നീരജിൻ്റെ നിലവിളി അകലെയായി. മണ്ണിൻ്റെ ഒഴുക്ക് നിലക്കുന്നതിനു മുൻപേ തന്നെ ഒരു വള്ളിയിൽ പിടിമുറുക്കാൻ എനിക്ക് സാധിച്ചു. ഒരു അഭ്യാസിയെപ്പോലെ തൊട്ടടുത്ത പാറക്കൂട്ടങ്ങൾക്ക് മുകളിലേക്ക് ഞാൻ ഊർന്നിറങ്ങി. ഞാൻ ഒഴുകിവന്ന ഇടം എത്രയോ മുകളിലാണ് എന്ന് കണ്ടു. വിളിച്ചാൽ വിളി കേൾക്കാത്ത അത്ര ഉയരത്തിലാവും ഇപ്പോൾ നീരജ് നിൽക്കുന്നത്. ധരിച്ചിരുന്ന ഉടുപ്പിൻ്റെ പിറകിലെ നെറ്റ് മുഴുവൻ കീറിപ്പോയിരിക്കുന്നു. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന എൻ്റെ ഓഫ് വൈറ്റ് അനാർക്കലി ചുരിദാർ. അത് ധരിച്ച് പുറത്തു വന്നപ്പോൾ ഒരു രാജകുമാരിയെപ്പോലെ സുന്ദരിയായിരിക്കുന്നുവെന്ന് നീരജ് പ്രശംസിച്ചതുമാണ്. ഇനി പറഞ്ഞിട്ടെന്തു കാര്യം? ഞാൻ ചുറ്റും നോക്കി. കാടാണ് എന്നൊന്നും പറയാൻ വയ്യ. കുറച്ച് മരങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുറച്ച് അകലെ വരെ പരന്ന പാറയാണ്. പിന്നെ മറ്റൊരു മലയുടെ തുടക്കമാണ്. താഴേക്ക് നോക്കിയപ്പോൾ പേടിച്ച് കണ്ണു ചിമ്മിപ്പോയി. അധികം അകലെയല്ലാതെ ഒഴുകി വന്ന മണ്ണ് താഴ്വാരത്തിലെ ഗർത്തത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പിടിവള്ളി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനും അതിൻ്റെ കൂടെ താഴേക്ക്. ഹോ, പരന്ന പ്രദേശത്തൂടെ നടന്നു നോക്കാം. ആരെയെങ്കിലും കാണാതിരിക്കില്ലല്ലോ. ഞാൻ നടന്നു തുടങ്ങി. കുറേ നേരമായിട്ടും ആരെയും കണ്ടുകിട്ടിയില്ല. മഴ തുടങ്ങിയപ്പോൾ ഒരു മരത്തിന് കീഴിൽ നിന്നു. അതിൽ നിന്നും തേങ്ങയുടെ വലുപ്പമുള്ള പഴങ്ങൾ താഴെ വീണു കിടന്നിരുന്നു. വിശന്നിട്ട് വയ്യ. ഇത് വല്ല വിഷമുള്ള പഴങ്ങളുമാണോ എന്ന് ചിന്തിച്ച് നല്ലതു നോക്കി ഒരെണ്ണം കയ്യിലെടുത്തു. ഓഹോ, മാങ്ങയാണ്. കാട്ടുമാങ്ങ. അസാമാന്യ വലുപ്പമുള്ള ആ മരം മാവാണെന്ന് വിശ്വസിക്കാനാകുന്നില്ല. ഒന്നും നോക്കാതെ മുഴുവൻ കഴിച്ചു. സത്യം പറയാമല്ലോ, ഇത്രയും രുചിയുള്ള മാങ്ങ ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. വീട്ടിലെ ജോലിക്കാരിയുടെ മക്കൾ തൊടിയിൽ നിന്ന് മാങ്ങ പറിച്ച് കടിച്ചു തിന്നുന്നത് എത്ര അറപ്പോടെയാണ് ഞാൻ നോക്കാറുള്ളത്. വിശപ്പ് മാറി. കുന്നിൻ മുകളിൽ നിന്നും ഒഴുകി വരുന്ന നീർച്ചാലുകളിൽ നിന്ന് വെള്ളം കുടിച്ച് വീണ്ടും നടന്നു. നേരം സന്ധ്യയായി തുടങ്ങിയിരുന്നു. ഇനി എന്തു ചെയ്യും? പാറക്കൂട്ടങ്ങൾക്കിടയിൽ മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ ഞാനും അഭയം പ്രാപിച്ചു. രാത്രി മുഴുവൻ കണ്ണുമിഴിച്ചിരുന്നു. രാവിലെ പിന്നെയും നടത്തം തുടങ്ങി.